കാണൂ നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ശരി രഘുവേട്ട, ഞാനിനി വിളിക്കുന്നില്ല. അവള് വന്നതിന് ശേഷം രഘുവേട്ടൻ ഇങ്ങോട്ട് വിളിച്ചാ മതി. പിന്നെ വിളിക്കാതിരിക്കല്ലേ രഘുവേട്ട, എനിക്കിന്ന് ഉറക്കമില്ലാതാവും. ശരി. എന്താ ചേച്ചി, ആര് വരുന്ന കാര്യം ഈ പറയുന്നത്? ഒന്നും പറയണ്ടതേ. മഞ്ചാടി കാരണം നമ്മൾ എല്ലാരും തീ തിന്നേണ്ടി വരുന്ന തോന്നുന്നു. എന്തു പറ്റി? മഞ്ചാടി കോളേജിൽ നിന്ന് തിരിച്ചു വന്നില്ലേ? അതാണോ രഘുവേട്ടൻ വിളിച്ചു പറഞ്ഞത്? രഘുവേട്ടൻ വിളിച്ചതല്ല, ഞാൻ അങ്ങോട്ട് വിളിച്ചപ്പോ അവിടെ എല്ലാരും മഞ്ചാടി ഓർത്തുള്ള ടെൻഷനില്ല. രഘുവേട്ടൻ അവളെ അന്വേഷിച്ചു പോകാൻ തുടങ്ങിയപ്പോ ഏതോ ഫ്രണ്ടിന്റെ ഫോണിൽ നിന്ന് മഞ്ചാടി ചീരുവിനെ വിളിച്ച് ഒരു അരമണിക്കൂർ കൊണ്ട് എത്താന്ന് പറഞ്ഞത്രേ. എത്താമെന്ന് മഞ്ചാടി വിളിച്ചു പറഞ്ഞല്ലോ. ഞാൻ വിചാരിച്ചു അവളെ കാണാനില്ലെന്ന്. എടി, അവള് ചീരുവിനെ വിളിച്ചത് ആരുടെ ഫോണിൽ നിന്നാന്നറിയോ? ആ ജീവൻ രാജിന്റെ ഫോണിൽ നിന്ന്. ചീരുവിനെ വിളിച്ച നമ്പറിലേക്ക് രഘുവേട്ടൻ വിളിച്ചു നോക്കിയപ്പോഴാ അത് അവന്റെ നമ്പറാണെന്ന് മനസ്സിലായത്. അപ്പോഴേക്ക് ആ ഫോൺ സ്വിച്ച് ഓഫ് ആയി. എന്തായാലും മഞ്ചാടി തിരിച്ചെത്തിയ ബാക്കി കാര്യങ്ങൾ അറിയാലോ. ചിലപ്പോ നമ്മള് ടെൻഷൻ ആവുന്ന പോലെ അവര് തമ്മിലൊന്നും ഉണ്ടാവില്ല. ഉണ്ടാവാതെ പിന്നെ അവനുമായിട്ട് ഒന്നും ഇല്ലാതെയാണോ മഞ്ചാടി ഗോകുലിനെ വേണ്ടാന്ന് വെച്ചത്? ഇത് വലിയ പ്രശ്നമാവും ദേ. നമ്മുടെ അച്ഛനെ ഇനി നെഞ്ചുരുകാൻ പോകുന്നതേ അവളെ ഓർത്തിട്ടാവും. നമ്മൾ ആരും കൊടുക്കാത്ത സങ്കടം ഇളയ മകൾ അച്ഛന് കൊടുക്കുന്നു തന്നെയാ എനിക്ക് തോന്നുന്നത്. അവരായിരിക്കും രഘുവേട്ട. അവളാ ജീവൻ രാജന്റെ ബൈക്കിൽ തന്നെയാവും വന്നത്. എങ്കിൽ അവനോട് നാല് ചോദിക്കണം രഘുവേട്ട. ചോദിക്കൽ മാത്രം ആവില്ല, ചിലപ്പോ രണ്ട് പൊട്ടിക്കുകയും ചെയ്യും. അതെ, ആദ്യം നമ്മൾ നമ്മുടെ കുട്ടിയെ നിയന്ത്രിക്കണം, എന്നിട്ട് അവനെ കൈവച്ചാൽ മതി. പിന്നെ നീ ഇവിടെ എവിടെ നിന്നാ കൂട്ടിക്കൊണ്ടുവരുന്നത്? വഴിയിൽ വെച്ച് കണ്ടാ രഘുവേട്ട. ബൈക്ക് കേടായി ഏതോ ഒരു ഫ്രണ്ടിന്റെ കൂടെ വഴിയിൽ നിൽക്കുമായിരുന്നു. ഫ്രണ്ട് ആരാണെന്നൊക്കെ ഞങ്ങൾക്ക് അറിയാം. ഇവൾ അവന്റെ ഫോണിൽ നിന്ന് ഇങ്ങോട്ട് വിളിച്ചിരുന്നു. ആ നമ്പറിലേക്ക് ഞാൻ തിരിച്ചു വിളിച്ചപ്പോ ആ സ്വിച്ച് ഓഫാ. പക്ഷെ അത് ജീവൻ രാജന്റെ നമ്പറാണെന്ന് എന്റെ ഫോണിൽ നിന്ന് വിളിച്ചപ്പോ എനിക്ക് മനസ്സിലായി. അതിന് എന്റെ കൂടെ ഉണ്ടായിരുന്ന ഫ്രണ്ട് ജീവൻ രാജ് അല്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ രഘുവേട്ട. മതി മതി, തന്നിഷ്ടം കാണിച്ചു വന്നിട്ട് അത് ന്യായീകരിക്കാൻ നിൽക്കണ്ട. മോള് തൽക്കാലം അകത്തേക്കല്ലേ. ചെല്ലേ, ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നെ ആലോചിക്കാം. ആ ജീവൻ രാജ വീണ്ടും നമുക്കൊരു തലവേദന ആവാണല്ലോ. പിന്നെ അവനല്ല രഘുവേട്ട തലവേദന, മഞ്ചാടിയാ. അത് ശരിയാ. എനിക്ക് തോന്നുന്നത് അവളെയാണ് ആദ്യം നേരെയാക്കേണ്ടതെന്ന്. ഏതായാലും നിങ്ങൾ വാ. ഇന്ദിര, അനുപമ അവളുടെ അച്ഛൻ സപ്പോർട്ട് ചെയ്യുന്നതിന്റെ പേടിയൊന്നും നിനക്ക് വേണ്ട ഇന്ദിര. നിന്റെ കൂടെ നിന്റെ അമ്മയുണ്ട്. അനന്തം മാഷ് മോളെ ഇവിടെ വീടെടുത്ത് താമസിപ്പിക്കില്ല എന്ന് ഞാൻ നിനക്ക് ഉറപ്പ് തരാം ഇന്ദിര. എന്റെ അമ്മയും അനുവിന്റെ അച്ഛൻ വെറും വാക്ക് പറയുന്ന ആളല്ല. ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അദ്ദേഹം പറയും. പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം അത് ചെയ്ത് കാണിക്കുകയും ചെയ്യും. നിന്റെ മനസ്സിൽ ഇപ്പോഴും ആ കിളവൻ വീരപുരുഷനാണല്ലോ. നീയൊക്കെ തലയിലെടുത്ത് വെച്ചതിന്റെ കുഴപ്പാടാ അയാൾ ഇത്ര വലിയ അഹങ്കാരിയായത്. നിനക്ക് എന്നെ വിശ്വാസം ഉണ്ടെങ്കിൽ ഞാൻ ഇപ്പൊ പറയുന്നത് നീ കുറിച്ചു വെച്ചോ. അനന്തം മാഷിന് അവസാന നിമിഷമെങ്കിലും ആ വീട് വാങ്ങുന്നതിൽ നിന്നും പിന്തിരിയേണ്ടി വരും.
അന്ന് നമ്മൾ വാടക വീട് ഒഴിഞ്ഞപ്പോ അനന്തം മാഷ് വീടിന് അഡ്വാൻസ് കൊടുത്തെന്നും പറഞ്ഞ് ആ ഹൗസ് ഓണർ താക്കോല് വാങ്ങി അനുപമയ്ക്ക് കൊടുത്ത് നമ്മളെ അപമാനിച്ചില്ലേ? അതിനുള്ള തിരിച്ചടി വീടിന്റെ രജിസ്ട്രേഷന്റെ അന്ന് അയാൾക്ക് കിട്ടും. തീരുമാനിച്ച ദിവസം പ്രമാണം നടത്താനാവാതെ ആനന്ദം മാഷ് നാണം കിടും. ഇത് വെറും വാക്കല്ല ഇന്ദ്ര, നിന്റെ അമ്മ പറഞ്ഞാൽ അത് നടന്നിരിക്കും. നോക്കിക്കോ. എന്റെ അമ്മ അതെങ്ങനെ? അല്ല, അതിന്റെ സാധ്യതകൾ കൂടി ഒന്ന് അമ്മ പറ, എന്നാ ഞാൻ വിശ്വസിക്കും. ആ ഹർഷയാണല്ലോ. ഹലോ ഹർഷേ. ആ ആൻറ്റി, എനിക്ക് തീരെ വയ്യ. ഞാൻ കുറച്ചു മുമ്പൊന്ന് വീണായിരുന്നു. അയ്യോ, വീണെന്നോ? ഷോ, എന്നിട്ട് വല്ലതും പറ്റുമോ ഹർഷേ? നിനക്ക് നല്ല വേദനയുള്ള പോലെ ഉണ്ടല്ലോ. അതെ ആൻറ്റി, വയറിന്റെ ഭാഗത്തുനിന്ന വേദന. ആൻറ്റി, എനിക്ക് പേടിയാവുന്നു. ഷോ, അത് അവിടെ രവി ഇല്ലേ? അവനോട് പറഞ്ഞിട്ട് ആശുപത്രി പോകാൻ നോക്ക്. ഇല്ല ആൻറ്റി, അയാളുടെ ഒരു സഹായവും ഇനി ഞാൻ സ്വീകരിക്കില്ല. ആൻറ്റി ഇന്ദ്രനെ കൂടെ ഒരു ടാക്സിയുമായിട്ട് വന്ന് എന്നെ ഇവിടുന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറ്റുമോ? അതിപ്പോ ഹർഷേ, രവി അതിന് സമ്മതിക്കോ? അയാൾ കാരണോ ഞാൻ വീണേ. എന്നെ ഹോസ്പിറ്റലിൽ പോകാൻ സമ്മതിച്ചില്ലെങ്കിലേ ഞാനേ അയാൾക്കെതിരെ കേസ് കൊടുക്കും. പ്ലീസ് ആൻറ്റി, എന്നെ ഒന്ന് സഹായിക്കാൻ ഇന്ദ്രനോട് പറ. ഓ, ഇല്ലെങ്കിലേ എനിക്ക് എന്റെ കുഞ്ഞിനെ നഷ്ടപ്പെടും ആൻറ്റി. പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല. മതി മതി, ഇനി നീ ഒന്നും പറയണ്ട. ഞങ്ങളങ്ങ് എത്തുവാ. നീ ധൈര്യമായിട്ടിരിക്കെ. നിനക്ക് നിന്റെ കുഞ്ഞിന് ഒന്നും സംഭവിക്കില്ല. ആ ശരി ആൻറ്റി. ആൻറ്റി വൈകാതെ തന്നെ പറഞ്ഞേ, ഞാൻ അപ്പോഴേക്ക് റെഡിയായിട്ട് നിൽക്കാം. ആയിക്കോട്ടെ. ആ ശരി ആൻറ്റി.